ഞാൻ രചിച്ച കവിതകൾ നിന്റെ മിഴിയിൽ കണ്ടു ഞാൻ വരാതെ വന്ന എൻ ദേവി. ഇടവ ന്യൂസിൽ എത്തി നിൽക്കുന്നത് നമ്മുടെ ഇടവയുടെ അഭിമാനമായ സ്റ്റാർ സിംഗർ വേദിയിലെ അർജുൻ എന്ന കുട്ടിയുടെ അടുത്താണ്. നമുക്ക് ആ കുട്ടിയുമായി സംസാരിക്കാം. എൻ്റെ സ്ഥലം ഇവിടെ ഇടവായിൽ ചിറയിൽ എന്ന ചെറിയ ഗ്രാമത്തിലാണ് എൻ്റെ വീട്. ഞാൻ പഠിക്കുന്ന ക്ലാസ് 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം. ആ പാടാം. സഖി പ്രാണസഖി പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ ഗാനലോകവീഥികളിൽ വേണുവൂതുമാട്ടിടയൻ. അർജുൻ സംഗീതം പഠിക്കുന്നുണ്ടോ? ആ, സംഗീതം പഠിക്കുന്നുണ്ട്. ചെറുതിലേ പഠിച്ചു തുടങ്ങിയതാണോ? അല്ലല്ല, ഇപ്പോൾ 2 വർഷം തൊട്ട് ആയി പഠിച്ചു. 5ാം ക്ലാസ് തൊട്ട് പഠിച്ചു തുടങ്ങിയതാണ്. എവിടെയാണ് പഠിക്കുന്നത്? ശിവഗിരി ഗുരുകുലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അർജുൻ്റെ കുടുംബം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. എൻ്റെ പേര് സജി. അവൻ ചെറുതിലെ പാട്ടുകളൊക്കെ പാടുന്നുണ്ട്. പിന്നെ അവൻ്റെ ടാലൻറ്റ് കണ്ടുപിടിച്ചത് അവൻ്റെ പാട്ട് സാറായ ബാബു സാറാണ്. വർക്കല ഗുരുകുലത്തിൽ പഠിക്കുന്ന ബാബു സാറാണ് ഇത് കണ്ടുപിടിച്ചത്. അപ്പോൾ പുള്ളിയുടെ അണ്ടറിൽ പഠിക്കാനായിട്ട് പുള്ളി ക്ഷണിച്ച് അങ്ങനെ ഇപ്പോൾ 1.5-2 വർഷം കൊണ്ട് സാറിൻ്റെ ഇതിലാണ് അവൻ പഠിക്കുന്നത്. ശ്രീജ. അവൻ ചെറുതിലെ നല്ലവൻ പാടുമായിരുന്നു. ഇപ്പോൾ ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ അതിന് ചേർന്നു. നമുക്ക് ഇവനെപ്പറ്റി കൂടുതലായിട്ട് ഒക്കെ നമുക്ക് സംസാരിക്കാം. അടുത്തൊരു ക്ഷേത്രമുണ്ട്, നമുക്ക് അവിടെ പോയിരുന്നു സംസാരിച്ചാലോ? നെയ്യാറ്റിൻ കരവാഴും കണ്ണാ നിൻ മുന്നിലൊരു നെയ് വിളക്കാവട്ടെ എൻ്റെ ജന്മം. കണ്ണിനു കണ്ണായൊരുണ്ണിക്കു തിരുമുൻപിൽ കർപ്പൂരമാവട്ടെ എൻ്റെ ജന്മം. നെയ്യാറ്റിൻ കരവാഴും കണ്ണാ നിൻ മുന്നിലൊരു നെയ് വിളക്കാവട്ടെ എൻ്റെ ജന്മം. കണ്ണിനു കണ്ണായൊരുണ്ണിക്കു തിരുമുൻപിൽ കർപ്പൂരമാവട്ടെ എൻ്റെ ജന്മം. കർപ്പൂരമാവട്ടെ എൻ്റെ ജന്മം. കർപ്പൂരമാവട്ടെ എൻ്റെ ജന്മം. ഇതാണ് നമ്മളെ മാന്തര ക്ഷേത്രം കേട്ടോ. മൂകാംബികേ. അച്ഛൻ കലാകാരനാണോ? കുറച്ചൊക്കെ പാടും, പാട്ട് കേൾക്കാറുണ്ട്, പാടാറുണ്ട്. നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടാം. തീർച്ചയായിട്ടും. നിൻമണിയറയിലെ നിർമ്മലർ ശയ്യയിലെ നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദന മണമൂറും നിൻ ദേഹമലർവല്ലി ഇന്നുമെൻ പിരിമാറിൽ പടരുമല്ലോ. നീ വീട്ടിലെ കുടുംബവിശേഷങ്ങളെ പറ്റി ഒന്ന് പറയാം. വിശേഷങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വണ്ടി ഓട്ടമാണ് എൻ്റെ ജോലി. ഹൗസ് വൈഫാണ്, പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. പിന്നെ ഇവൻ കൊച്ചിലെ പാട്ടുകൾ പാടാറുണ്ട്. ഇവൻ മോൻ നല്ലോണം ചെറുതിലെ പാട്ട് ഞാൻ പാടുന്നത് കേൾക്കാറുണ്ട്, കേട്ടാണ് പഠിച്ചു തുടങ്ങിയത്. പിന്നെ സ്കൂളിലെ മ്യൂസിക് ടീച്ചർ പറയാറുണ്ട് ഇവനെ റിയാലിറ്റി ഷോക്കൊക്കെ കൊണ്ടുപോകണം. പക്ഷെ നമുക്കതിനുള്ള സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മൾ പോയില്ല. ഇപ്പോൾ അവൻ്റെ അവനെ പഠിപ്പിക്കുന്ന പാട്ട് സാറ് പിന്നെ ഈ അമൃത ചാനലിലെ ഓഡീഷൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ നമ്മളുടെ അടുത്ത് പറഞ്ഞ് അങ്ങനെ ഭാഗ്യത്തിന് അവിടെ പോകാൻ പറ്റി. ഈ ദൈവങ്ങളുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് അതിന് സെലക്ഷൻ കിട്ടി. ഇപ്പം ഒരു 10-15 റൗണ്ട് വരെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. ഉണ്ട് കേട്ടോ അർജുൻ, അല്ല ആരോമൽ എന്ന് പറയാം. ഇപ്പോൾ +2 കഴിഞ്ഞ് ഇപ്പോൾ എഞ്ചിനീയറിങ്ങിന് UKF കോളേജിൽ പഠിക്കുന്നത്. അവനും പാടുകയൊക്കെ ചെയ്യും, നല്ല ഇതൊക്കെയാണ് പാടും. പക്ഷെ അവന് പാട്ടിനോട് താല്പര്യം കാണിച്ചിട്ടില്ല. അവൻ പഠിത്തത്തിലും ഇവനും പഠിക്കാനും മോശമൊന്നുമല്ല കേട്ടോ. അവൻ
ക്ലാസ്സിലൊക്കെ ഫസ്റ്റാണ്, കാരണം പഠിക്കാനും എടുക്കാനാണ് അവൻ. പൊതുവേ നമ്മുടെ നാട്ടുകാരിൽ നിന്നും എല്ലാം നല്ല പ്രോത്സാഹനം കിട്ടുന്നുണ്ടോ? ശരിക്കും അവൻ പാടും എന്നുള്ള കാര്യം നമ്മളെ നാട്ടുകാർക്ക് അങ്ങനെ അധികം അറിയത്തില്ല. ഞാൻ ചെറുതിലെ പാടും, എന്നെ അറിയാമെന്നല്ലാതെ ഇവൻ പാടും എന്നുള്ള കാര്യം അറിയത്തില്ല. ഇപ്പം ഈ പ്രോഗ്രാമിന് പോയതിന് ശേഷം ഇവൻ പാടുമെന്ന് അറിയുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് കണക്ക് നമ്മളെ ചാനലുകാരൊക്കെ വന്ന് നമ്മളെ സമീപിക്കുന്നുണ്ട്. 1-2 ട്രൂപ്പിൽ നിന്നൊക്കെ അവനെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഇവിടെ റെക്കോർഡിങ് നടക്കുന്നുണ്ട്, അവനെ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ പാട്ടിൻ്റെ രംഗത്തേക്ക് വിടണമെന്നാണ് എനിക്ക് എൻ്റെ ആഗ്രഹം. ഈ അമൃതയുടെ ശാസ്ത്രങ്ങളിൽ പോകുന്നതും ഈ പഠിത്തവുമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? പഠിത്തം മുമ്പോട്ട് നല്ല രീതിയിൽ പോകാൻ അതിനെന്തെങ്കിലും തടസ്സമായിട്ട് വരുന്നുണ്ടോ? പഠിത്തത്തിനൊരു തടസ്സം തന്നെയാണ്. കാരണം ഒരു മാസത്തിൽ ഒരു 8 ദിവസം നമ്മൾ അവിടെയാണ് നിൽക്കുന്നത്. അപ്പം ആദ്യം നല്ല ഇപ്പോഴും അവർ നോട്ട്സൊക്കെ അവർ ടീച്ചർമാരും കുട്ടികളൊക്കെ നോട്ട്സൊക്കെ അയച്ചു കൊടുക്കും. പിന്നെ നോട്ട്സ് എഴുതിയെടുക്കുന്നുണ്ട്. പിന്നെ വെച്ചാൽ പാട്ടിൻ്റെ ഭയങ്കര പ്രശ്നം തന്നെ. കാരണം പാട്ട് നന്നായിട്ട് ഫുൾ ടൈം ഇരുന്ന് നല്ല രീതിയിൽ പഠിച്ചേ പറ്റത്തുള്ളൂ. പഠിത്തത്തിനേക്കാളും പ്രാധാന്യം ഈ പാട്ടിന് കൊടുക്കേണ്ടി വരുന്നൊരവസ്ഥയാണ്. അപ്പം നമ്മൾ പഠിത്തം കുറച്ച് പെൻഡിങ്ങിലാണ് ഈ വർഷം. 7ാം ക്ലാസ് അവന് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും തോന്നുന്നു. പിന്നെ സ്കൂളുകാർ വരെ സപ്പോർട്ടാണ് അവന്. മോനെ കിട്ടിയൊരു അവസരമല്ലേ, അതിനിപ്പോൾ പോകണം, വിജയിച്ച് വരണം എന്നൊക്കെ സ്കൂളുകാരും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവനെ. അപ്പോൾ എനിക്ക് എൻ്റെ നാട്ടുകാരുടെ അടുത്ത് പറയാവുന്നേ ഉള്ളൂ, ഇവൻ്റെ പാട്ടിൻ്റെ വീഡിയോസൊക്കെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ വരുന്ന വീഡിയോസ് എല്ലാവരും കണ്ടിട്ട് അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് ഇവനെ എല്ലാവരും അറിയത്തക്ക ഒരു ഗായകനാക്കണം എന്നാണ് എൻ്റെ നാട്ടുകാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്. എന്തായാലും അർജുൻ വളർന്ന് നല്ലൊരു ഗായകനാകട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു.